ഗ്ലോറി ടു ഗോഡ്. ലീവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ജോൺ ബ്രദറാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് 2025 വലിപ്പമുള്ള ഒരു ബിസിനസ് തുറക്കേണ്ടതിനായി, അല്ലെങ്കിൽ തൻ്റെ ബിസിനസ് എല്ലാം മഹത്വത്തിൽ ഈസിയായി തുറക്കേണ്ടതിനായി, ദൈവത്തിൻ്റെ വലിയ മഹത്വമായി തൻ്റെ ബിസിനസ് തീരേണ്ടതിനായി, തൻ്റെ ജീവിതം തീരേണ്ടതിനായി, തനിക്കുള്ള കുടുംബം തീരേണ്ടതിനായി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയരെ, ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വലിയ കരം താൻ കാണാൻ പോവുകയാണ്. വലിയ മഹത്വം, അല്ലെങ്കിൽ പച്ചവെള്ളം വീഞ്ഞായതുപോലെ തൻ്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവർത്തികൾ താൻ അനുഭവിക്കുകയും കാണുകയും ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കൂടെ നിങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വസിക്കുന്നു 2026 ഒരു ആശ്ചര്യത്തിൻ്റെ വർഷമായിരിക്കും. ദൈവം തന്നെ ഉയർത്തി തന്നെ മാനിച്ചു എന്ന് ഈ മിനിസ്ട്രിക്ക് വേണ്ടി നിൽക്കുന്ന ഈ മകനെ കർത്താവ് മാനിക്കുകയും ഉയർത്തുകയും ചെയ്യേണ്ടതിനായി എല്ലാവരും കണ്ണുകൾ അടയ്ക്കണം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അസാധാരണമായ ഒരു വിടുതൽ അങ്ങ് വെളിപ്പെടുത്തണമേ, അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തണമേ. കർത്താവെ, ജോൺ ബ്രദറിൻ്റെ ബിസിനസ്സിനകത്ത് അളവില്ലാത്ത ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ, അത്ഭുതകരമായ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ കർത്താവെ അങ്ങ് മാനിച്ചെന്ന്, ഇപ്പോൾ തന്നെ അങ്ങ് പ്രവർത്തിച്ചെന്ന് പറയാൻ തക്കവണ്ണം കർത്താവെ, എല്ലാ എതിരുകളും എല്ലാ പ്രശ്നങ്ങളും മാറി ദൈവ മഹത്വത്തിനായി തൻ്റെ കുടുംബവും താനും മാറുകയാണ്, തൻ്റെ ബിസിനസ് മാറുകയാണ്. യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ഉയർച്ച, ഒരു വലിപ്പം, ഒരു സൗഖ്യം ഇപ്പോൾ വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ എന്നെ സഹായിക്കുന്നത്. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ ആഴം പറയുകയാണ്. ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയേണ്ടത് ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്നവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തിരുവചനവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏത് പാറയും തകർക്കുന്ന ദൈവത്തിൻ്റെ ചുറ്റികലാണ് ദൈവത്തിൻ്റെ വചനം. ആ നിലയിൽ തന്നെ നിന്നുകൊണ്ട് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ദൈവത്തിൻ്റെ വചനത്തിന് ബന്ധനമില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഈ വചന സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ ബന്ധനം അഴിക്കുവാൻ പോവുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കെട്ടുകളെ അഴിക്കുന്ന, ജീവിതത്തിനകത്ത് പാതകളെ തുറക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. ഈ ആരംഭത്തിൽ തന്നെ എന്നെ കേൾക്കുന്നവർ നല്ലൊരു ഇരിപ്പിടം ഉറപ്പാക്കി നന്ദി പറഞ്ഞുകൊണ്ട് ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് വലിയ തലങ്ങൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ, ആവർത്തന പുസ്തകം 28-ാം അധ്യായം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വചന ശ്രദ്ധയോടെ സ്വീകരിക്കുന്ന ഓരോ ദൈവമക്കളെയും ദേശത്തിൽ ദൈവം സകല ജാതികൾക്കും മീതെ ഉന്നതമാക്കുമെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ പറയുന്നു, ഈ വചനത്തിൽ രാവും പകലും സന്തോഷിച്ച് അത് ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെയും ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, ഒന്ന്, നാം ഈ വചനത്തെ ശ്രദ്ധയോടെ കൈക്കൊള്ളുന്നു എങ്കിൽ നാം ദേശത്തിൽ ഉന്നതി പ്രാപിക്കും. 2, സങ്കീർത്തനക്കാരൻ പറയാണ്, വചനത്തിനകത്ത് രാവും പകലും സന്തോഷത്തോടെ ധ്യാനിക്കുമെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെയും സാധിക്കാൻ തുടങ്ങും. എങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് സമർപ്പണത്തോടെ, കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന ഉയർച്ചയുടെ തടസ്സങ്ങളെ ഈ വചനത്താൽ നീക്കണമേ. 2, എൻ്റെ ജീവിതത്തിനകത്ത് ചെയ്യുന്നതൊക്കെയും സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ, ഞാൻ എന്ത് ചെയ്താലും സമയം തീരുന്നത് പോലെ, അറിയാം, അവസാന നിമിഷം അത് തീർന്നു പോകുന്ന പോലെ. വിസ അപ്ലൈ ചെയ്തു, എല്ലാം കിട്ടുമെന്ന് ചിന്തിച്ചു, പക്ഷേ അവസാനം അത് റിജക്റ്റ് ആയി പോവുകയാണ്. നാളുകൾ വെയിറ്റ് ചെയ്തു, സാമ്പത്തിക നഷ്ടം. ഹല്ലേലൂയ. ആ നിലയിലേക്ക് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്ന് ഒന്നുകൂടെ ഒന്ന് വചനത്തിനകത്ത് വേരുന്നൂഹനായിട്ട് നമുക്ക് തയ്യാറാകാം. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു. ഓക്കെ, യോശുവയോട് ദൈവം പറയുകയാണ്, നീ പോകുന്നിടത്തൊക്കെയും നിനക്ക് ശുഭമായിരിക്കേണ്ടതിന് ഈ വചനം വിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ നീ മാറിപ്പോകരുത്. എന്നെ കേൾക്കുന്നവരെ, വചനത്തിനകത്തൊന്ന് നിൽക്കാൻ പറ്റുമെങ്കിൽ ഇതാ എൻ്റെ ദൈവം യോശുവയോട് പറഞ്ഞ അതേ തലം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. ഒന്നുകൂടെ ഒരു ആഴം പറയട്ടെ. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ വിളിച്ച് പറയുകയാണ്, ഈ വചനത്തിനകത്ത് നാം നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി വഴി തുറക്കുന്നത് വചനമായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ് ഈ വചനം. ഹല്ലേലൂയ. എൻ്റെ കാലിന് ദീപമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ തട്ടി വീഴത്തില്ല. മുമ്പോട്ടുള്ള വഴികൾ എനിക്ക് വ്യക്തമായിരിക്കും. ശത്രുവിൻ്റെ പ്ലാനുകൾ എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവർ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ സന്തോഷത്തോടെ, കർത്താവെ, ഞാൻ സ്തുതിക്കുന്നു, ഈ വചനത്തിനകത്ത് ഞാൻ
നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ വചനത്തിന് വേണ്ടി നിൽക്കാനും ദാഹമുള്ളവരോട് ദൈവത്തിനൊന്ന് പറയാനുണ്ട്. അത് വ്യക്തമായി യിരെമ്യാവ് 1:12 എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചു കൊള്ളും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന, വചനത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയേണ്ടത്, ആ വലിയ ദാഹം ഉണ്ടെങ്കിൽ വചനത്തിനെ നിവർത്തീകരിക്കേണ്ടതിന് വചനമായ ദൈവം നമുക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഒന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കൂടെ ചേർന്നൊന്ന് പറഞ്ഞ്, വചനം ദൈവമാണ്. അങ്ങനെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അളവില്ലാത്ത ചില നന്മകൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. പാതയെ തുറക്കുന്ന, പാതയെ പ്രകാശമാക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് സമർപ്പിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, നമ്മൾ ഇപ്പോൾ ഈ മീഡിയ മാർഗത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ഞാൻ നിങ്ങളോടൊരു മുത്തശ്ശി കഥ പറയാനല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പറയാനാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ഈ വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീരുന്നു എന്നുള്ളതാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മിൽ ശുദ്ധി വരികയാണ്. ഹല്ലേലൂയ. നാം ക്രമീകരിക്കപ്പെടുകയാണ്. അതിനകത്ത് തന്നെ നിന്നുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവും ഉള്ളതാണ്. ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ, വചനം ജീവനും ആത്മാവുള്ളതാണ്. അങ്ങനെ വാസ്തവമായിട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി വചനത്തിനകത്ത് സ്തോത്രം പറഞ്ഞ് വചനത്തിനകത്തൊന്ന് ജാഗരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറിയാം, വചനം നമ്മിൽ പ്രബലപ്പെടാൻ തുടങ്ങും, വചനം നമ്മിൽ പരക്കുവാൻ തുടങ്ങും. നാം ഇരിക്കുന്ന ഭവനത്തിനകത്ത് വെളിച്ചം വർദ്ധിക്കാൻ തുടങ്ങും. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അത് തന്നെ തെസ്സലോനിക്ക ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ വചനം വിശ്വസിക്കുന്നതിന് വേണ്ടി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്ന് എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സന്തോഷത്തോടെന്ന് പറഞ്ഞ്, ഈ വചനം വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. പാലിനെ തൈരാക്കുന്നത് പോലെ ഇതാ നിന്റെ ജീവിതത്തിനകത്ത് ഒരു പുതിയ അനുഭവത്തിലേക്ക് നിന്റെ ഫേസിനെ കർത്താവ് പുതിയതാക്കാൻ പോവുകയാണ്. നിനക്കൊരു ന്യൂ ഫേസ് ദൈവം ഇപ്പോൾ റിലീസാക്കുകയാണ്. കർത്താവിൻ്റെ കരം അറിയാം, ഇന്നലകളിൽ കരഞ്ഞ, ഇന്നലകളിൽ തീർന്ന, ഇനി ഒരു മാർഗമില്ലെന്ന് പറഞ്ഞവൻ ഇതാ പുത്തൻ തേജസ് അണിഞ്ഞ് എഴുന്നേറ്റ് വരികയാണ്. ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അഭിഷേകം ഒരുത്തൻ്റെ വേളിൽ വീണാൽ അവൻ ആൾ മാറിയവനെ പോലെ ആയിത്തീരുകയാണ്. അങ്ങനെ ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വ്യക്തമായി പ്രാർത്ഥനയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണ്. രാത്രികളിലെ പ്രാർത്ഥനയുടെ അത്ഭുതത്തെ നാം തിരിച്ചറിയണം. ഐ റിപ്പീറ്റ്, ഒന്നുകൂടെ പറയാം. രാത്രി കാലങ്ങളിൽ ഒരു കാവൽക്കാരനെ പോലെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നീ നിന്റെ വീടിനൊരു കാവൽക്കാരനായിരിക്കും, നിന്റെ ദേശത്തിനൊരു കാവൽക്കാരനായിരിക്കും, നിന്റെ സഭയ്ക്ക് നീ ഒരു കാവൽക്കാരനായിരിക്കും. എന്ന് പറഞ്ഞാൽ ശത്രുവിന് കയറാൻ കഴിയാത്ത ഒരു കാവൽക്കാരനായി ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലവരെ ദൈവം ആക്കി വെക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇത് അബ്രഹാമിനോട് ചോദിച്ചിട്ട്, സ്നേഹിതനോട് ചോദിച്ചിട്ട് മാത്രം, ഇടിവിൽ നിൽക്കുന്ന അബ്രഹാമിനോട് ചോദിച്ചിട്ട് മാത്രമാണ് ദൈവം ദേശത്തെ ന്യായം വിധിക്കാൻ പോകുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ രാത്രിയിലെ പ്രാർത്ഥനയുടെ അത്ഭുതങ്ങളെ നാം തിരിച്ചറിയണം. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് സങ്കീർത്തനം 63-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, 6-ാമത്തെ വാക്യം, എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ട് എന്നതുപോലെ തൃപ്തി വരുന്നു, എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം തൃപ്തി കൊണ്ടുവരികയാണ്, സന്തോഷം കൊണ്ടുവരികയാണ്. നമ്മുടെ ജീവിതം തൃപ്തികരമായി മുമ്പോട്ട് പോകണമെങ്കിൽ, നാം സന്തോഷമായിരിക്കണമെങ്കിൽ, ഇതാ സങ്കീർത്തനക്കാരൻ രഹസ്യം പറയാണ്, രാത്രിയാമങ്ങളിൽ അവനെ ധ്യാനിക്കണം. അല്ലെങ്കിൽ കിടക്കയിലേക്ക് ചെല്ലുന്നതിന് മുമ്പേ എൻ്റെ ദൈവത്തെ ഓർക്കുവാൻ തുടങ്ങണം. ഹല്ലേലൂയ. അങ്ങനൊന്ന് തീരുമാനത്തോടെ ഈ രാത്രിയിലെ അത്ഭുതത്തെ നാം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇതാ നിൻ്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തികൾ കടന്നു വരാൻ പോവുകയാണ്. വാസമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. നമുക്ക് പുതിയ നിയമം ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ അതിൻ്റെ 24-ാമത്തെ വാക്യം മുതൽ നാം ശ്രദ്ധിച്ചാൽ, പൗലോസിനെയും ശീലാസിനെയും അകത്തെ തടവറയിലാക്കി അവരെ കാലുകൾ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ചലിക്കാൻ കഴിയത്തില്ല. ആ പകൽ മുഴുവൻ അവരെ വല്ലാതെ അടിച്ചു, മുറിവേൽപ്പിച്ചു. എന്നാൽ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ രാത്രിയിലെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവർ, ഞാൻ ഇതിനകത്തൊരു വെളിപ്പാടാണ് നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറാൻ പോകുന്നത്. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കണേ. ഈ ജീവിതത്തിനകത്ത് വേദനയും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നാം ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ പകൽ മുഴുവൻ അടിയേറ്റു, ശരീരം മുഴുവൻ മുറിഞ്ഞിരിക്കുകയാണ്, ശരീരം മുഴുവൻ വലിയ വേദനയിലും, കാലുകൾ അനക്കാൻ പറ്റാത്ത രീതിയിൽ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലകളിൽ പ്രാർത്ഥിക്കാത്തവരാണെങ്കിൽ ഇവരിപ്പം നിരാശ പറയേണ്ടവരാണ്, ഇവരിപ്പോൾ വേദന പറയേണ്ടവരാണ്.
പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ, പൗലോസും ശീലാസും 25-ാമത്തെ വാക്യത്തിൽ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, സ്ഥിരതയുള്ളവൻ ഏത് സാഹചര്യത്തിലൂടെ പോയാലും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവൻ ഹല്ലേലൂയ ഇതാ വീണ്ടും പ്രാർത്ഥിക്കും. അത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ശീലാസിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ആ വേദനയെ അവർക്ക് അതിജീവിക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ ആ മുറിവുകളെ അവർക്ക് അതിജീവിക്കാൻ കഴിയുന്നത്, ആ കാലുകളിലെ ബന്ധനത്തെ അവർക്ക് അതിജീവിക്കാൻ കഴിയുന്നത് അവർ ഇന്നലകളിൽ പ്രാർത്ഥിച്ചവരായതുകൊണ്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒരു പ്രാർത്ഥനയുടെ ബലം ഇപ്പോൾ ചിലവരുടെ മേളിൽ വ്യാപരിക്കട്ടെ. നിങ്ങൾ സ്ഥിരം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ രാവിലെ 6 മണിക്ക് സ്ഥിരം ഇപ്പോൾ സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സഭയുടെ പ്രാർത്ഥന ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഇപ്പോൾ ഹല്ലേലൂയ അലാറം വെക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് സമയത്ത് ആ സഭ ഉണരുകയാണ്. അതേപോലെ തന്നെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ ഹെരോദാവ് യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നപ്പോൾ യഹൂദന്മാർക്ക് അത് പ്രസാദമായത് കണ്ടു. അപ്പോൾ അവൻ പത്രോസിനെയും പിടിച്ചു. ദേശത്തിൽ ചില ശക്തികൾ ഹെരോദാവിൻ്റെ ശക്തിയെപ്പോലെ ദൈവജനത്തിന് വിരോധമായി ചിലത് എഴുന്നേറ്റ് വരുമ്പോൾ നാം സഭയായി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, കൂട്ടമായി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിനെ ജയിക്കാൻ കഴിയും. നിങ്ങൾ നോക്കേ, ഇതാ പത്രോസിനെ പിടിച്ചിരിക്കുകയാണ്. ഹെരോദാവ് വലിയ പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. പക്ഷേ സഭ ആ രാത്രിയിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. ഇതാ പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചു. ആ കാരാഗ്രഹത്തിൻ്റെ ചങ്ങലകൾ അഴിഞ്ഞു. അത് മാത്രമല്ല അവിടെ സംഭവിച്ചത്, അവിടെ നിന്ന് ആ കാരാഗ്രഹത്തിൽ നിന്ന് മറ്റുള്ള എല്ലാവരുടെയും ബന്ധനം അഴിഞ്ഞു. നിങ്ങൾ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ആ ദേശത്തിൻ്റെ ബന്ധനം അഴിയും. അല്ലെങ്കിൽ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് പത്രോസിന് വേണ്ടി സഭ പ്രാർത്ഥിക്കുമ്പോൾ പത്രോസിന് വേണ്ടി ശത്രുവിൻ്റെ പ്ലാനുകളെ മറിച്ച് കളയുവാനായിട്ട് ദൈവദൂതന്മാർ സ്വർഗത്തിൽ നിറങ്ങി വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിനകത്തും രാത്രിയിലെ പ്രാർത്ഥനകൾ ഒരു അത്ഭുതമായി മാറാൻ പോവുകയാണ്. രാത്രിയിലെ പ്രാർത്ഥനയുടെ മഹത്വം നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ ഞാൻ ചിലവരെ നോക്കി വിളിച്ചു പറയുകയാണ്, നിങ്ങളെ ദൈവം കാവൽക്കാരനായി കണ്ടിരിക്കുകയാണ്. രാത്രിയിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു വാച്ച്മാൻ ആണെങ്കിൽ, ഒരു കാവൽക്കാരനാണെങ്കിൽ നിങ്ങളുടെ അതിരുകൾ നിങ്ങൾക്ക് വ്യക്തമായിരിക്കും, നിങ്ങളുടെ ഗേറ്റ് നിങ്ങൾക്ക് വ്യക്തമായിരിക്കും, നിങ്ങളുടെ വീട്ടിൻ്റെ വാതിലുകൾ നിങ്ങൾക്ക് വ്യക്തമായിരിക്കും. കാരണം കള്ളൻ വരുന്നത് രാത്രികളിലാണ്. കള്ളൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും എന്ന് യോഹന്നാൻ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ നിന്റെ വീട്ടിനകത്ത് നീ ഒരു കാവൽക്കാരനാണെങ്കിൽ നിനക്ക് വ്യക്തമായിട്ട് അറിയാം, ഹല്ലേലൂയ കള്ളൻ വരുന്ന ശബ്ദം അല്ലെങ്കിൽ ആ ഡോറുകൾ ഓപ്പൺ ആക്കുന്നത് നിനക്ക് മനസ്സിലാകും. എന്നാൽ ഇതാ എൻ്റെ ദൈവം നിന്നെ ഒരു കാവൽക്കാരനെ പോലെ ആക്കാൻ ആഗ്രഹിക്കുകയാണ്. കാവൽക്കാരനോട് കാവൽക്കാരൻ ഹല്ലേലൂയ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ. യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം നാം തിരിച്ചറിയണം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ഇതാ ദേശത്തെ നശിപ്പിക്കാതെ അതിന് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ദൈവം അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദേശത്തിന് മതിൽ കെട്ടി ഒരു വാച്ച്മാനെ പോലെ, ഒരു കാവൽക്കാരനെ പോലെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്താണ് അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. ഒന്നുകൂടെ ഒരു ആഴത്തിലേക്ക്, യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായം, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഇതാ പ്രവാചകന്റെ ഉത്തരവാദിത്വത്തെയാണ് ഇവിടെ ദൈവം കാണിക്കുന്നത്. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുകയാണ്. എൻ്റെ വായിൽ നിന്ന് വചനം കേട്ടിട്ട് നീ അവരെ പ്രബോധിപ്പിക്കണം. അപ്പോൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്, നിങ്ങളെ ദൈവം ആക്കിയിരിക്കുന്ന ഒരു കാവൽക്കാരനെ പോലെയാണ്. കാവൽക്കാരനോട് ദൈവം ചോദിക്കുന്ന ആഴങ്ങളുണ്ട്. അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് നാം കാവൽക്കാരനായിരിക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് നാം ഉണരേണ്ടത്, രാത്രിയുടെ യാമങ്ങളിൽ നാം പ്രാർത്ഥിക്കേണ്ട ആവശ്യകത എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ആഴമായൊന്ന് കേൾക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ഇനി അങ്ങോട്ടുള്ള വചനം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം, മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രുക്കൾ വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. ഇതാ ഈ വചനത്തിന് വലിയ ആഴമുണ്ട്. രാത്രിയിൽ ഒരു കാവൽക്കാരനെ പോലെ ഞാനും നിങ്ങളും ആയിരിക്കേണ്ട ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ ദൈവം പറയാണ്, മനുഷ്യൻ ഉറങ്ങുമ്പോൾ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചിട്ട് പൊയ്ക്കളയുകയാണ്. എന്നെ കേൾക്കുന്നവരെ ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം, ഒറിജിനൽ ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. എന്നാൽ ഒറിജിനലിൽ മാത്രമാണ് ജയമുള്ളത്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കാവൽക്കാരനെ പോലെ ദൈവസന്നിധിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചേ. കള വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഞാൻ ആരോ ഒന്ന് തൊടാൻ പോവുകയാണ്. ശ്രദ്ധിക്കാൻ പറ്റുന്നതിൽ ശ്രദ്ധിച്ചോ.
നമ്മൾ പല നിലയിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ട്, അത് സങ്കീർത്തനക്കാരൻ 126 അധ്യായം 5 വാക്യം പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വിതയ്ക്കകത്ത് ഹല്ലേലൂയ ഒത്തിരി കഷ്ടപ്പാടുണ്ട്. ഇതാ ഗോതമ്പിൻ്റെ ഇടയിൽ ഒരു കൃഷിക്കാരൻ്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് അവൻ കൃഷി ഇറക്കിയിട്ട് ഹല്ലേലൂയ അവൻ്റെ കൊയ്ത്തിനകത്താണ് അവൻ്റെ വിജയം ഇരിക്കുന്നത്. അതുകൊണ്ട് ആ കൊയ്ത്തിനെ പ്രതീക്ഷിച്ചാണ് അവൻ ഓരോ ദിവസവും നിൽക്കുന്നത്. എന്നാൽ അവൻ ഉറങ്ങുന്നവനാണെങ്കിൽ, അവൻ മടിയനാണെങ്കിൽ കള വിതയ്ക്കപ്പെടും ശത്രു. ഹല്ലേലൂയ. ഉദ്ദേശിച്ച ഒരു ഫലം കിട്ടാതെ ആയിത്തീരും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ കൃഷിക്കാരാണെങ്കിൽ, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു 100 മേനി, ബൈബിൾ വിളിച്ചു പറയുന്നു 30, 60, 100 മേനി കിട്ടുന്ന ഹല്ലേലൂയ തലത്തിലേക്ക് വരേണ്ടതിനായി ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളിൽ നാശങ്ങളും നഷ്ടങ്ങളും മാറി, രോഗം മാറി, പ്രശ്നം മാറി, തലമുറയുടെ തടസ്സം മാറി, ഇതാ ഒരു 100 മേനിയിലേക്ക് നീ മാറാൻ പോവുകയാണ്. കാരണം നീ ഒരു കാവൽക്കാരനെ പോലെ ഉണർന്നിരിക്കാൻ പോവുകയാണ്. ദൈവം നിന്നെ കാവൽക്കാരനായി കാണാൻ പോവുകയാണ്. കാരണം ശത്രു വരുന്നത് രാത്രി കാലങ്ങളിലാണ്. ശത്രു വന്ന് കള വിതയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ആ ശത്രുവിനെ കയറ്റാതെ വണ്ണം നീ വേലി കെട്ടി പ്രാർത്ഥിക്കുന്നവനാണ്. നീ ഒരു കാവൽക്കാരനായി തീരുകയാണ്. നിന്റെ വീടിന്, നിന്റെ തലമുറയ്ക്ക്, നിന്റെ കുടുംബത്തിന്, അതേപോലെ നിന്റെ സഭയ്ക്ക്, നിന്റെ ദേശത്തിന് നീ ഒരു കാവൽക്കാരനാണെങ്കിൽ ശത്രുവിന് കയറാൻ കഴിയത്തില്ലെന്നുള്ള ഏറ്റവും വലിയ ആഴം തിരിച്ചറിയുക. ഒന്നുകൂടെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുന്ന ഒരു ആഴമുണ്ട്. 119 സങ്കീർത്തനം അതിന്റെ 62 വാക്യം, നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രികൾ എഴുന്നേൽക്കും. ഇതാ സങ്കീർത്തനക്കാരൻ പറയാണ്, നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി എന്ന് പറഞ്ഞാൽ നീതിയോടെ കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ, അനീതി സംഭവിക്കാതിരിക്കേണ്ടതിന് ഞാൻ അർദ്ധരാത്രിയിൽ വീണ്ടും എഴുന്നേൽക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാവൽക്കാരനെ പോലെ നിൽക്കുന്ന ചിലരോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ അസാധാരണമായ കാര്യങ്ങൾ കാണാൻ പോകുകയാണ്. ഇതാ ദൈവനീതി നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയിൽ, ഹല്ലേലൂയ നിങ്ങളുടെ സഭയിൽ വെളിപ്പെട്ട് വരണമെങ്കിൽ നിങ്ങൾ രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ നീതി നിങ്ങൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. നാം ദൈവനീതിയിലാണ് നടത്തപ്പെടുന്നതെങ്കിൽ ഹല്ലേലൂയ അതിനകത്ത് ഒത്തിരി ഫേവറുകൾ വെളിപ്പെട്ട് വരും. ഒത്തിരി ഹല്ലേലൂയ ഈസി ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാം. യേശു തൻ്റെ ശിഷ്യന്മാരെ അക്കരയ്ക്ക് അയക്കുകയാണ്. ഹല്ലേലൂയ. ആ അക്കരയ്ക്ക് അയക്കുന്ന സമയത്ത് പടക് പല നാഴിക ദൂരത്തേക്ക് എത്തി. ഹല്ലേലൂയ. രാത്രിയാണ്. തിരകളാൽ ആ പടക് മുങ്ങാറായി തീരുകയാണ്. കാറ്റ് അവർക്ക് വിരോധമായി തീരുകയാണ്. എന്നാൽ അവർ ഇങ്ങനെയാണ് പറയുന്നത്, നാഥാ ഞങ്ങൾ നശിച്ചു പോവുകയാണ്, അങ്ങേക്ക് വിചാരമില്ലേ? അപ്രാർത്ഥനയിൽ, ആ നിലവിളിയിൽ ദൈവം അവർക്ക് വേണ്ടി എഴുന്നേറ്റ് ആ കാറ്റിനെ ശാസിക്കുകയും കടലിനോട് അടങ്ങുകയും ചെയ്യാൻ പറയുകയാണ്. ആ തിരമാലയോട് അടങ്ങാൻ പറയുകയാണ്. ആ നിലയിൽ നിൽക്കുമ്പോൾ വലിയ ശാന്തത. നിങ്ങളുടെ രാത്രിയുടെ നിലവിളികളിൽ ഇതാ ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുനീരിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചലിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് നാശകരമായി ചലിച്ചു കൊണ്ടുന്ന ചില കാറ്റുകൾ, നാശകരമായി ചലിച്ചു കൊണ്ടുന്ന ചില തിരമാലയുടെ ശക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അടങ്ങുവാൻ പോവുകയാണ്. അത് തീരുവാൻ പോവുകയാണ്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. മത്തായിയുടെ സുവിശേഷം 14 അധ്യായത്തിൽ നമുക്ക് വലിയ ആഴം കാണാൻ പറ്റും. യേശു തൻ്റെ ശിഷ്യന്മാരെ അക്കരയ്ക്ക് നിർബന്ധിച്ച് അയക്കുകയാണ്. എന്നിട്ടവൻ രാത്രിയുടെ യാമത്തിൽ, അല്ലെങ്കിൽ തനിയെ മലയിൽ കയറി പിതാവിനോട് രാത്രിയിൽ പ്രാർത്ഥന കഴിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ ഇതാ യാമങ്ങൾ കഴിയുമ്പോൾ ശിഷ്യന്മാരുടെ പടക് തിരകളാൽ വലയുകയാണ്. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. പ്രാർത്ഥിക്കാതെ മുമ്പോട്ട് പോകുന്ന ശിഷ്യന്മാർ തിരകളാൽ വലയുമ്പോൾ, അവരുടെ ജീവിതത്തിൽ തടസ്സം വെളിപ്പെടുമ്പോൾ, പ്രാർത്ഥിച്ച യേശു അവരുടെ തീരുമെന്ന് പറഞ്ഞ നിലവിളിയിൽ ആ തിരമാലയ്ക്ക് മുകളിലൂടെ അടുത്തു വരികയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. പല നാഴിക ദൂരത്താണ് അവർ എത്തിയത്. എന്ന് പറഞ്ഞാൽ രാത്രിയുടെ യാമങ്ങൾ കഴിഞ്ഞു. ഹല്ലേലൂയ. അവർ ഇതാ എങ്ങും എത്താത്ത രീതിയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ വേഗത്തിൽ ആ പ്രശ്നത്തിന്റെ മേളിലൂടെ നടന്നെടുത്ത് വരികയാണ്. ഞാൻ ഇതിനകത്തൊരു ഭയങ്കര വെളിപ്പാട് കൈമാറുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് തടസ്സങ്ങളുടെ നടുവിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കുന്നയാളാണെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ വേഗത വർദ്ധിക്കാൻ പോവുകയാണ്. ശാന്തത, ഹല്ലേലൂയ വലിയ സമാധാനം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. രാത്രിയുടെ പ്രാർത്ഥനകളിൽ തിരമാലകളെ ശാസിക്കുവാൻ, കാറ്റിനെ ശാസിക്കുവാൻ എൻ്റെ ദൈവം എഴുന്നേൽക്കുകയാണ്. ആ എഴുന്നേൽപ്പിനെ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ഉണരുക. രാത്രിയുടെ അത്ഭുതങ്ങളെ നാം തിരിച്ചറിയാൻ തയ്യാറാകുക. എൻ്റെ കൂടെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പദം ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്. യേശയ്യാവ് 21 അധ്യായം അതിന്റെ 11 വാക്യം, കാവൽക്കാര രാത്രി എന്തായി, കാവൽക്കാര രാത്രി എന്തായി എന്ന് ഒരുത്തൻ സെയിരിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു. കാവൽക്കാരനോട് സമയം എന്തായി എന്ന് ചോദിക്കുന്ന ഒരു ദൈവം. ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത്
നിങ്ങൾ കാവൽക്കാരനെ പോലെയാണ്. ആ കാവൽക്കാരനായി ഈ യാത്രയുടെ യാമങ്ങളിൽ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഒരു പ്രാർത്ഥനയുടെ ആഴം കാണാൻ പറ്റും. രാത്രിയിൽ ഈ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. ആദ്യ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുകയും നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ ദൈവസന്നിധിയിൽ പകരുക. രാത്രിയുടെ നിലവിളികൾ പകലത്തെ വലിയ അത്ഭുതമാക്കി മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പകൽ നടക്കുകയും അവൻ വിരോധങ്ങളെ ജയിക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ആഴമാണ് ഞാൻ തൊടുന്നത്. രാത്രിയുടെ പ്രാർത്ഥനകൾ വെളിപ്പെട്ടാൽ ശത്രുവിനെ നിനക്ക് പകൽ ജയിക്കാൻ കഴിയും. നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളിലേക്ക് നിനക്ക് നടക്കാൻ കഴിയും. ഒന്നുകൂടി രഹസ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈമാറുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അവരെല്ലാം ചുറ്റും നോക്കിയിട്ട് ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. അവൻ്റെ കൈക്ക് സൗഖ്യം വന്നു. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൻ്റെ സാഹചര്യം നിങ്ങൾ തിരിച്ചറിയുക. ശബത്തിൽ എൻ്റെ കർത്താവ് ഇതാ ഒരു കൈ ഉറുകിപ്പോയവനെ സൗഖ്യമാക്കുകയാണ്. കർത്താവ് നന്മയാണ് ചെയ്തത്. ഞാൻ നിങ്ങളോട് വ്യക്തമായി വിളിച്ചു പറയാം, ജീവിതത്തിൽ, കുടുംബത്തിൽ, പട്ടണത്തിൽ നന്മ ചെയ്യുന്നതിനോടായിരിക്കും ശത്രുവിന് വിരോധമുള്ളത്. അവൻ്റെ ജീവിതത്തിലാണ് എതിരുകൾ സംഭവിക്കുന്നത്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ യേശു നന്മയാണ് ചെയ്തത്. എന്നാൽ 11-ാമത്തെ വാക്യം വലിയ ഇമ്പോർട്ടൻസ്. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്തു ചെയ്യണമെന്ന് തമ്മിൽ ആലോചന കഴിച്ചു. 12-ാമത്തെ വാക്യം, ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നിങ്ങൾ നോക്കേ, രാത്രികളിലെ ആ രഹസ്യം ദൈവം തുറക്കുകയാണ്. കർത്താവ് രാത്രികളിൽ സുഖമായി ഉറങ്ങിയല്ലായിരുന്നു, രാത്രികളിൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ പകലുകളിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ശത്രുവിൻ്റെ പ്ലാനുകളെ നമുക്ക് നീക്കുവാൻ കഴിയും. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഇതാ വചനത്തിൻ്റെ ആഴം. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി. കർത്താവ് നന്മ ചെയ്തപ്പോൾ, കർത്താവ് ആ ദേശത്തിൽ ചലനമുണ്ടാക്കുമ്പോൾ ഒരു കൂട്ടം പരീശന്മാർ, ഒരു കൂട്ടം ദൈവിക നന്മകൾക്ക് വിരോധമുള്ളവർ ചേർന്നുകൊണ്ട് യേശുവിനെ അവസാനിപ്പിക്കാൻ തീരുമാനമെടുക്കുകയാണ്. അവർ ഭ്രാന്ത് നിറഞ്ഞവരെ പോലെ ആയിത്തീരുകയാണ്. എന്നാൽ ആ കാലത്ത് അവരെ ജയിക്കേണ്ടതിന് ആ രാത്രി മുഴുവൻ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ അവൻ മുമ്പോട്ട് പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, രാത്രിയിലെ പ്രാർത്ഥനയിൽ നിനക്ക് ശത്രുവിൻ്റെ പ്ലാനുകളെ ജയിക്കാൻ കഴിയും. ഒരു ഭയങ്കര രഹസ്യമാണ് ഞാൻ നിങ്ങളുടെ മേലേക്ക് കൈമാറുന്നത്. ഒന്നുകൂടെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ 10 കന്യകമാരെ നമുക്ക് കാണാൻ കഴിയും. മണവാളനെ എതിരേൽക്കാനായിട്ട് ആ കന്യകമാർ 10 പേർ, അവർ പാപം ചെയ്തിട്ടില്ല, മറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതിനകത്ത് 5 കന്യകമാർ എണ്ണ പ്രത്യേകം കരുതിയില്ല. ഹല്ലേലൂയ. രാത്രിയുടെ യാമത്തിലാണ് ഇതാ മണവാളൻ കടന്നു വരുന്നത്. മണവാളന്റെ വരവിന് താമസം വന്നപ്പോൾ 5 കന്യകമാരുടെ കയ്യിൽ എണ്ണ തീർന്നു പോയി. എന്നാൽ ഞാൻ എൻ്റെ ചിന്ത ഞാൻ നിങ്ങളെ നോക്കിയൊന്ന് പറയുകയാണ്. ആ 10 പേരിൽ 5 പേര് ഹല്ലേലൂയ വന്നിട്ട് പറഞ്ഞു, നമുക്ക് വീണ്ടും എണ്ണ ശേഖരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു, ഈ ഉള്ള എണ്ണയിൽ ഞങ്ങളങ്ങ് മുമ്പോട്ട് പോയിക്കൊള്ളാം. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, അങ്ങനെയുള്ളവർക്ക് നിത്യത പ്രാപിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ നിന്റെ ദാഹം വർദ്ധിക്കണം, നിന്റെ എണ്ണ വർദ്ധിക്കണം. ഹല്ലേലൂയ. നിന്റെ മേളിൽ ഹല്ലേലൂയ വിരോധങ്ങളുടെ നടുവിൽ, നിന്റെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളുടെ നടുവിൽ രാത്രിയുടെ യാമങ്ങളിൽ എണ്ണ വർദ്ധിപ്പിക്കുന്നവനാണെങ്കിൽ നീ തീരാൻ പോകുകയല്ല. നീ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടും. നീ നിത്യജീവൻ പ്രാപിക്കും. ഹല്ലേലൂയ. ഇവിടെ പാപം ചെയ്തതായി കാണുന്നില്ല. എണ്ണ കുറഞ്ഞു പോയത് കൊണ്ട് അവരെ വിളക്ക് കെട്ടുപോയി എന്നുള്ളതാണ് ആഴം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉണർന്ന് ഹല്ലേലൂയ എണ്ണ വർദ്ധിപ്പിക്കുവാൻ, ദൈവശക്തിയെ വർദ്ധിപ്പിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന രാത്രിയുടെ യാമങ്ങളിൽ അറിയാം, ചിലവർ അതിശക്തമായി കാവൽക്കാരെ പോലെ എഴുന്നേറ്റ് വരികയാണ്. ഒന്നുകൂടെ ഒരാഴം. ഹല്ലേലൂയ. എന്തിനാണ് യേശു കർത്താവ് രാത്രിയിലെ പ്രാർത്ഥനയിൽ ഇത്രയും വില കൊടുത്തത്? ഇതിലൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 39 മുതലുള്ള വാക്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുകയാണ്. പിന്നെ അവൻ പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. രാത്രിയിൽ പതിവ് പോലെ യേശു കർത്താവ് ഒലിമലയിലേക്ക് പോയെന്നാണ് കാണുന്നത്. ഹല്ലേലൂയ. സുഖമായിട്ട് ഒന്ന് ഉറങ്ങിയെന്നല്ല കാണുന്നത്. പതിവ് പോലെ യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ പോയി. അവൻ്റെ കൂടെ ശിഷ്യന്മാരും പോയി. പക്ഷെ ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയാണ്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉണർന്നെഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരാത്മാവിൽ ഒരുക്കമുള്ളവരായി നമുക്കൊന്ന് ഉണരാൻ പ്രിയരെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഉണർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് മനസ്സിലായ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ പട്ടാളക്കാർ, ഈ രാജ്യത്തിൻ്റെ അതിർത്തികൾ കാവൽക്കാരായി നിൽക്കുന്നവർ, അവർ രാത്രി നേരങ്ങളിൽ വയറ് നിറച്ച ആഹാരം കഴിക്കത്തില്ലെന്നുള്ളതാണ് എൻ്റെ അറിവ്. ഹല്ലേലൂയ. അവർ
അല്ലെങ്കിൽ ഒരു പകുതി വയറ് മാത്രമാണ് കഴിച്ച് ബലത്തോടെ അതിരുകൾ സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത്. കാരണം വയറ് നിറയെ കഴിക്കുന്നവന് ക്ഷീണം തോന്നാൻ ചാൻസ് ഉണ്ട്, അവൻ ഉറങ്ങിപ്പോകും. അല്ലെങ്കിൽ ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കുക, രാത്രിയാമങ്ങളിൽ ഉണരുക, ഒരു പ്രാർത്ഥനാ വീരനായി തീരുക. കാരണം എന്തെന്ന് ചോദിച്ചാൽ പരീക്ഷകളെ ജയിക്കുവാൻ കഴിയും, ശത്രു വയ്ക്കുന്ന പ്രശ്നങ്ങളെ ജയിക്കുവാൻ കഴിയും. അടുത്ത താഴോട്ടുള്ള വാക്യങ്ങൾ നോക്കിയാൽ യേശു കർത്താവ് നിലമ്പാട് കിടന്ന് പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയും. ആ പ്രാർത്ഥനയിൽ യേശു കർത്താവ് ഒരു പദം പറയുന്നുണ്ട്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഹിതം എന്നിൽ നിറവേറണം, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറണം. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്ന് യേശു കർത്താവിനെ ബലപ്പെടുത്തുന്നത് കാണാം. രാത്രിയുടെ യാമങ്ങളിൽ നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന ദൂതൻ, ഇതാ മറിയയുടെ അടുക്കൽ ഇറങ്ങി വന്ന ദൂതൻ, രാജാക്കന്മാർക്ക് വെളിപ്പെട്ട ദൂതൻ, സമാധാനം പറയാൻ ഇറങ്ങി വന്ന ദൂതന്മാർ ഇതാ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ ദൂതന്മാരുടെ വിസിറ്റേഷനുകൾ ചിലവർക്കുണ്ടാകാൻ പോകുന്നു. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഉണരുക. പ്രാർത്ഥനയിൽ യാമങ്ങളിൽ ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. കാരാഗ്രഹത്തിൻ്റെ ചങ്ങലകൾ അഴിയട്ടെ, ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വരട്ടെ. ഒന്നുകൂടെ ഒരാഴം അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ 45-46 വാക്യങ്ങൾ. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, 46 വാക്യം, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. യേശു കർത്താവ് പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ശിഷ്യന്മാർ ക്ഷീണിച്ചുറങ്ങുകയാണ്. അവരോട് കർത്താവ് വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഉറങ്ങുന്നത് എന്തിനാണ്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. എന്നെ കേൾക്കുന്നവരെ, ഉറങ്ങാതൊരു കാവൽക്കാരനെ പോലെ നിന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ശത്രുവിന് കളവതയ്ക്കാൻ കഴിയത്തില്ല. 2, ശത്രുവിൻ്റെ തന്ത്രങ്ങളെ നിനക്ക് ജയിക്കാൻ കഴിയും. 3, ചങ്ങലകളെ നിനക്ക് പൊട്ടിക്കാൻ കഴിയും. നീ അടുത്ത ദിവസങ്ങളിൽ തൃപ്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. നിന്റെ ജീവിതത്തിനകത്ത് നന്മകൾ വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും നിങ്ങളുടെ ഭവനത്തിൻ്റെ, നിങ്ങളുടെ പട്ടണത്തിൻ്റെ, നിങ്ങളുടെ സഭയുടെ കാവൽക്കാരനായി ദൈവം കാണുകയാണ്. ഈ കാലഘട്ടത്തിൽ പാസ്റ്റർമാരെ മാത്രം പ്രാർത്ഥനകളെ ഏൽപ്പിച്ചിട്ട് ചിലവർ ഉറങ്ങുന്നതാണ്. അതാണ് അവർക്ക് വിടുതലുകൾ ലഭിക്കാത്തത്. പക്ഷേ ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ എത്ര പേർ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? നമുക്ക് ഒരുമിച്ച് ഒന്ന് കണ്ണുകൾ അടയ്ക്കാൻ പ്രിയരെ. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ ഒരു ഉണർവ് വിവരങ്ങളിൽ വ്യാപരിക്കട്ടെ. കർത്താവേ, ഇവർ ഒരു കാവൽക്കാരെ പോലെ ഇന്നു മുതൽ ശത്രു വന്ന് കളവിതയ്ക്കാതെ ഇവർ വിതച്ചത്, ഇവർ ഇന്നലകളിൽ കേട്ട വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടേണ്ടതിനായി കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ ഹല്ലേലൂയ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇപ്പോൾ ഇവർ സൗഖ്യമാകട്ടെ. ഇവരുടെ ജീവിതത്തിനകത്ത് വലിയ നന്മകൾ വെളിപ്പെട്ട് വരട്ടെ. ഇവർ പ്രാർത്ഥനയിൽ വീണ്ടും ഉറ്റിരിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നിങ്ങൾ വിളിക്കാൻ മടിക്കരുത്. ഈ നമ്പറുകൾ വാട്സാപ്പ് ഉണ്ട്. വാട്സാപ്പിലേക്കും കൂടെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.